ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ റിയാദിലുള്ള സൂവിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ പോകുമ്പോൾ എന്താ പറയുക, ഉപ്പയില്ല കൂടെ. ഉപ്പ പണിക്ക് പോയിട്ടാണുള്ളത്. അപ്പം നമ്മളെ ഉപ്പാൻ്റെ വീട്ടിലുള്ള ഒരു ഇക്കാക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്കാരെ റൂമിൽ നമ്മളാക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഇക്കാക്കയും ഇക്കാക്കാരെ വൈഫും ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ നമ്മളങ്ങനെ സൂവിലേക്ക് പോയാണ്. ഇപ്പം ഇവിടുന്ന് ഒരു ടാക്സി പിടിച്ചിട്ടാണ് നേരെ പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ ഇക്കാക്കാൻ്റെ കൂടെ ഇക്കാക്ക പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെയും കൂട്ടി ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. കാരണം 3 മണിക്ക് ഓപ്പൺ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. പിന്നെ അത്യാവശ്യം ദൂരം ഉണ്ടായതുകൊണ്ട് ടാക്സി പിടിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉപ്പാക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. കാരണം പണി സ്ഥലത്ത് നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉപ്പ വരാതിരിക്കുക ചെയ്തത്. അതുകൊണ്ട് ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇവരെ കൂടെ ആക്കിയിട്ട് ഉപ്പ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് പണിക്ക് സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ എൻട്രി പറയുന്നത് ഈ ഒരു കാണാൻ തന്നെ നല്ലൊരു രസം ഉണ്ടായിരുന്നു. ആ ഒരു സൂവിന്റെ ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു എൻട്രി നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് 3 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടിക്കറ്റ് വേണ്ട, അതിന്റെ പൈസയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഫ്രീ ആയിട്ടാണ് ഈ ഒരു സൂവിന്റെ അകത്തേക്ക് കയറുന്നത്. അപ്പൊ എൻട്രി തന്നെ നല്ല പിങ്ക് കളറിൽ എന്താ പറയാ, നല്ലോണം സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബാക്കിൽ ഇരിക്കുന്ന ഈ ഫ്ലെമിംഗോ എന്ന് പറയുന്ന ഈ ഒരു ബേർഡിനെ കണ്ടപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് പ്രതിമയാണെന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനങ്ങുന്നുണ്ടായിരുന്നില്ല. കാലൊക്കെ നല്ല വളച്ചിട്ട് അതിൻ്റെതായ ആ ഒരു അനക്കം പോലും ഇല്ലാതെ അനങ്ങാൻ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് പ്രതിമയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം ഒന്നും മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അന്ന് ചിലത് ആളെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രതിമയല്ല, അത് ജീവനുള്ളത് തന്നെയാന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു വീഡിയോ ശരിക്കും എടുത്തോ, അത് അനങ്ങുന്നത് ഒരു ചെറിയൊരു മൂവായിട്ടാണ്, ചെറുതായിട്ടേ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്കത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതിന്റെ എൻട്രി എന്ന് പറയുന്നത് പറയാൻ എന്താ പറയാ, പറയേണ്ടതാണ്. കാരണം വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു. ഈ കിഡ്സിന് പറ്റിയ ആ ഒരു തീമിലാണ് ഇവരെ എൻട്രി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫോട്ടോ എടുക്കുന്നുണ്ടായി തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഈ നീർനായയിലേക്കാണ്. അപ്പൊ 2 വഴി ഉണ്ടായിരുന്നു കയറുന്ന ഭാഗത്തേക്ക്. നമ്മൾ നേരെ വലതുവശത്തേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇടതുവശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ വേറെ അനിമൽസ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ നേരെ വലതുവശത്താണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ എല്ലാം ഓരോ എൻട്രീന്റെ അടുത്ത് തന്നെ ഓരോ പ്രതിമയും വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രതിമനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു വശത്താണ് ഇന്ന ആനിമൽ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു വശത്താണ് ഈ ബേർഡ് ഉള്ളത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അപ്പൊ ആദ്യം എനിക്കതൊന്നും തിരിയിട്ടില്ല. ഇവര് വെറുതെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചതാണെന്നാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് മനസ്സിലായി, കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഓരോ നമ്മ മൃഗത്തിന്റെയോ അല്ലെങ്കിൽ ബേർഡിന്റെയോ അടുത്തെത്താൻ പോകുമ്പോൾ അവർ ഓരോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രതിമ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിലതിൻ്റെയൊക്കെ. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇന്ന ആനിമൽ അവിടെയാണുള്ളത്, ഈ ഒരു വശത്താ ഉള്ളത് എന്നുള്ളത്, അടുത്തത് വരുന്നത് ഇന്ന ആനിമൽ ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തിരിയാൻ പറ്റും. അങ്ങനെയാണ് നീർനായൻ്റെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈടെ ഒരു ഇത് തുമ്പിക്കൈയാണ്, ആനനെയാണ് മെൻഷൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാല് നമുക്ക് ആ ഒരു ഭാഗത്താണ് ആന ഉള്ളത് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽപ്പാക്ക എന്ന് പറയുന്ന ഒരു ആനിമലാണ്. അപ്പൊ ഇതിന്റെ ഈ കൂട്ടിന്റെ ഉള്ളിൽ തന്നെ വേറെയും ആനിമൽ ഉണ്ട്. അപ്പൊ അതിന്റെ പേര് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടതിൽ ഒന്നിന്റെ ഒരു പേരാണ് ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുണ്ടായിരുന്നത്. മാക്സിമം ഞാൻ ഓരോന്നിന്റെ പേര് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം എല്ലാ മൃഗങ്ങളുടെ പേരും എനിക്ക് അറിയത്തില്ല. കാരണം എനിക്കാകെ 2-3 ആനിമലിന്റെ പേര് മാത്രമേ അറിയത്തുള്ളൂ. ബാക്കിയുള്ള ആനിമൽസിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ അതൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അഥവാ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് കമന്റിൽ എന്നോട് ഒന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. ഇന്നതാണ് ഇന്ന പേര് എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ ആ ഒരു ആനിമൽ മാത്രമല്ല വേറെ ആനിമൽസ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വീഡിയോ ആ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല, അത് ഏത് ആനിമലാണ് അതിൻ്റെ അകത്തുനിന്നുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ഒരു ആനയുടെ ഒരു തുമ്പിക്കൈയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെയാണ് ആ ഒരു വശത്ത് തന്നെയാണ്, ആ ഒരു സൈഡിലാണ് ഈ ഒരു ആന ഉള്ളതെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വശത്ത് പോയപ്പോൾ ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് സമയം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ജസുവിനാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. ഒന്നാമത്
എനിക്ക് സൂല് വരാൻ വേണ്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിന്റെയൊക്കെ അടുത്തേക്ക് അത് നോക്കാൻ വേണ്ടിക്ക് പോവാനൊക്കെ ഭയങ്കര പേടിയാന്നുള്ളത്. ഇത് പിന്നെ കൊച്ചൊരു പേടിയുള്ള കൂട്ടത്തിലാണ്. അത്യാവശ്യം നല്ല പേടിയുള്ള ആളാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തന്നെ അങ്ങോട്ടേക്ക് പോവത്തേ ഇല്ല. പിന്നെ നമ്മ ഇതിന്റെ ഈ ഒരു കൂട്ടിനുള്ളിൽ നോക്കിയപ്പോഴത്തേക്ക് കാണുന്നില്ല എന്നാണ് അതിന്റെ അകത്ത് എന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇതിന്റെ എല്ലാം പുറത്ത് വെച്ച ഫോട്ടോയും അതിന്റെ പേരും കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്നതാണ് ഇതിന്റെ അകത്തുള്ളത് എന്നുള്ളത് ശരിക്കും മനസ്സിലായി. കാരണം എന്താന്നുള്ളത് അറിയണമല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വന്നപ്പോഴാണ് മനസ്സിലായത് വോൾഫാന്നുള്ളത്. അപ്പൊ 2 തരം വോൾഫ് ഉണ്ട്. അപ്പൊ ഓരോന്നും കൂടി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നതാണ് ഇവിടെ, ഇന്നത് വോൾഫ് ഇവിടെയാന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ചും കൂടി മൂവ് ആയപ്പോഴാണ് ഇപ്പത്തെ വർഷം ആനയാന്നുള്ളത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാനാന്നുള്ളത്. അപ്പൊ ആ ഒരു ഇതിന്റെ കൂട് എന്ന് പറയുന്നത് വെച്ചാല് അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഈ കൂടൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. അധികം വലിയ വേസ്റ്റോ അങ്ങനെ കച്ചറിയോ അങ്ങനത്തെ ഒരു സ്മെല്ല് വരുന്ന രീതിയിലുള്ള ഒരു ഇതൊന്നും അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറുതായിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം മൃഗങ്ങളെ വളർത്തുന്ന ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അല്ലാതെ ഉള്ള സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നീറ്റായിട്ടാണ് ഇതൊക്കെ കൊണ്ട് നടക്കുന്നത്. അത്രയും നല്ല നീറ്റായിരുന്നു. പിന്നെ പറയുന്നത് ഇതിന്റെ കൂടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ നല്ല വലിയ കൂടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോന്നിനും അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള കൂടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനെ ഏറ്റവും നല്ല വലിയൊരു സൂ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നടന്നിട്ട് തീരുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ മനസ്സിലാക്കി ഇവർ എത്രയോ സ്ഥലം ഇതിനായിട്ട് തന്നെ വലിയ സ്ഥലം തന്നെ ഇവർ എടുത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇനി നമ്മൾ ഈ ഒരു ഗുഹന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെയുള്ള 3 ആനിമലാണ് ഈ കാണുന്നത്. അങ്ങനെ പിന്നെ അത് ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ആനിമലും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ചിട്ടിട്ടില്ല. കാരണം ഇതൊക്കെ കുറച്ചൊരു ഭീകരമുള്ള മൃഗങ്ങളായതുകൊണ്ട് തന്നെ അതിനൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ കരടി പറയുന്നത്. കരടിനെ ആക്രമിക്കുന്ന ആ ഒരു രീതിയിലാണ് കരടിയൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഇവിടെ ചെന്നപ്പോ ഒരു കരടി അങ്ങോട്ടേക്ക് മൂവ് ആയിപ്പോയി വീഡിയോ എടുക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇപ്പുറം വന്ന് നോക്കിയപ്പോ അവിടെ വേറെ ആനിമൽ ആയിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വേറെ വശത്തേക്ക് പോയി. അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് ഈ കരടിനെ ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും ആ ഒരു എന്താ പറയല് ആ ഒരു വാതിൽ നല്ല പോലെ മാന്തി പറിക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്തെ വാതിലെല്ലാം കണ്ടതിന് മനസ്സിലാകാം മാക്സിമം ഇവർ മാന്തി പറിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം എന്തോ ഒരു ദേഷ്യം പിടിച്ചിട്ട് ഉള്ള പോലെയാണെന്ന് തോന്നിയിട്ടുള്ളത്. ആദ്യം ഞാൻ വിചാരിച്ച് ഒരു കരടിയേ ഉള്ളൂ എന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒന്നല്ല, 3 കരടിയാ മറ്റും അതിന്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ നമ്മള് അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ജസു ആണെങ്കിൽ അതിന്റെ കേറിയ ബന്ധം മാത്രമേ ഉള്ളൂ. ഇപ്പം ഒന്നും നോക്കാനൊന്നും നിന്നിട്ടൊന്നുമില്ല കേട്ടാ. എല്ലാം പേടിച്ചിട്ട് എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് ഉക്കത്ത് കയറിയിട്ട് പെറ്റിയാ ചെയ്തത്. മുഹമ്മദ് ഉണ്ടായതുകൊണ്ട് എനിക്ക് പ്രശ്നമായിരുന്നില്ല, എടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഉള്ളത് ഈ ഒരു ജിറാഫിന്റെ ആ ഒരു ഏരിയയിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത് അടുത്തതായിട്ട്. അതുകൊണ്ട് അവർ ആദ്യം കാണിക്കുന്നുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ പിന്നെ നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ജിറാഫിന്റെ മുകളിൽ കുറെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ആനിമലെ കണ്ടില്ല. അത് നേരത്തെ അപ്പുറത്ത് സൈഡിൽ നിന്ന് നോക്കിയ സമയത്ത് ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല കൂട് നല്ല വലിയ കൂടാണ്. അപ്പൊ ഒരു സൈഡല്ല മറ്റേ സൈഡ് നോക്കിയാലേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇപ്പുറം വന്ന് നോക്കിയപ്പോഴാണ് ആ ഒരു ആനിമലിനെ നല്ല വൃത്തിക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാരും കയറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ കുട്ടികളും കയറ്റുന്നുണ്ട്. കാരണം അത്രയും ആൾക്കാരവിടെ വെയിറ്റ് ആണ് കുട്ടികളെ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ അടി ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഒരാളെ കയറ്റുമ്പോ ഒരാളെ ബാഗിൽ തന്നെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും കുറച്ചും കൂടി പിന്നെയും നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്ഥലം പോലും വിട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാ സ്ഥലത്തും ഓരോ സാധനങ്ങൾ. പിന്നെ ഇതിന്റെ അകത്ത് നമ്മ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാണ് നമ്മ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പുറത്ത് അതിന്റെ അകത്ത് എന്താന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന്റെ അകത്ത് എല്ലാരും നോക്കുന്നുണ്ട്, പക്ഷെ എന്താന്നുള്ളത് ആർക്കും അറിയത്തില്ല എന്നാണ് പോലെയാണ്. പിന്നീടാണ് മനസ്സിലായത് അതിന്റെ അകത്ത് വവ്വാലാന്നുള്ളത്. പിന്നെ വെറുതെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അതിനെ കാണത്തില്ല.
അത് എവിടെയെങ്കിലും പൊത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ കാണാതിരുന്നത്. പിന്നെ നമ്മൾ കാണാൻ വേണ്ടിക്ക് വന്നിട്ടുള്ളത് സെർവൻ എന്ന് പറയുന്ന ഒരു പൂച്ചനെയാണ്. അപ്പോൾ ആഫ്രിക്കയിലുള്ള ഒരു പൂച്ചയാണ് ഇത്. അപ്പോൾ അവിടുത്തെ ഒരു ആനിമലാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ അത് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരെ അപ്പുറമുള്ള സൈഡിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ജിറാഫ് ആ ഒരു പ്രതിമനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതിനടുത്തത് വരുന്നത് ആ ഒരു ആനിമലാന്നുള്ളത്. അവിടെ ഇതാണ് ആ കുറച്ച് ഒന്ന് ഇങ്ങോട്ട് കടന്നപ്പോഴേക്ക് തന്നെ ആ ഒരു ആനിമൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് ജിറാഫ് മാത്രമല്ല സീബ്രയും ഉണ്ട്, പിന്നെ വേറൊരു ആനിമലും കൂടി അതിന്റെ അകത്തുണ്ടായിരുന്നു. ഈ 3 ആനിമലാണ് പിന്നെ ഇതിന്റെ അകത്ത് ഈ ഒരു കൂട്ടിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് അവർ ഓരോ വശത്ത് ആ ഒരു പ്രതിമ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്നതാന്നുള്ളത്. ഞാൻ ഖത്തറിൽ ആ ഒരു സൂവിലേക്ക് പോയ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആകെ 2 ജിറാഫ് മാത്രമായിട്ടേ കണ്ടിട്ടുള്ളൂ. എല്ലാതും ഒരു ഈ 2 വെച്ചിട്ട് അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ എല്ലാ അത്യാവശ്യം ഇങ്ങനത്തെ വലിയ വലിയ മൃഗങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ജിറാഫ് തന്നെ കുറേ ഉണ്ട്, 1 2 ഒന്നുമല്ല, കുറേ തന്നെ ഉണ്ട് ജിറാഫ്. പിന്നെ നമ്മള് അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ഈഗിള്, അതായത് നമ്മളെ പരന്തിനെയാണ് പിന്നെ കാണുന്നത്. അത് അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പരന്തിന്റെ ആ ഒരു പ്രതിമ, ആ ഒരു ചിറകും ആ ഒരു മുഖവും വെച്ചിട്ടുള്ള ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ഇന്നതാണ് ഇതിന്റെ അകത്ത് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതിന്റെ അകത്ത് നമുക്ക് ദൂരത്ത് തന്നെ മനസ്സിലായി ഇന്ന സ്ഥലത്താണ് ആ ഒരു പരന്തുള്ളത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് പരന്ത് മാത്രമല്ല വേറെയും ഒരു ബേർഡ് ഉണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് ഈ ഒരു 4 ടൈപ്പ് ബേർഡ്സ് ആണ് ഉള്ളത്. ഈ ഈഗിളിന്റെ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ മരുന്നാണ് ആ ഒരു ബേർഡും 2 ടൈപ്പ് ഉണ്ട്. അങ്ങനെയുള്ള 4 ബേർഡിന്റെ ആ ഒരു കൂടാണ് ആ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു കൂട്ടിലേക്കാണ്. ഈ ഒരു എന്ത് സാധനമാണെന്ന് അറിയില്ല. ആദ്യം നമ്മൾ കണ്ടപ്പോൾ വെച്ചത് മറ്റേ പെരിച്ചായി നല്ലതാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ സാധനം ഒന്നും നമുക്ക് കറക്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല എലീന്റെ ആ ഒരു ലുക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് എന്താന്ന് അറിയാൻ വേണ്ടിക്ക് ഈ ഒരു സാധനം നോക്കിയപ്പോ ഞാൻ മനസ്സിലായത് ഇത് പെരിച്ചായൊന്നുമല്ല, റോക്ക് ഹൈറക്സ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ പെറ്റാണ്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞു. പിന്നെ അടുത്ത ഒരു എന്ത് സാധനമാണോന്ന് അറിയില്ല, ആ സാധനത്തെ കാണാൻ വേണ്ടിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇനി കുറേ നടക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ മൊത്തത്തില് ടയേർഡായിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മള് അങ്ങോട്ട് നടക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ക്ഷീണം വന്നോണ്ടിരിക്കുക. കാരണം കുറേ നടക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ 3 കൂടാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇതൊരു മങ്കിയാണ്, പിന്നെ വേറെ 2 ആനിമൽസ് ഇവിടെയുണ്ട്. അതിനൊന്നും പേര് എനിക്ക് ശരിക്കും അറിയത്തില്ല. അവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പേരൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് കുരങ്ങനെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കുരങ്ങനാണെന്ന് പറയാൻ പറ്റും. ബാക്കിയുള്ളതിനൊന്നും കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്നതാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മള് ഇവിടെ നമ്മളെ എന്താ പറയാ മാട്ടൂരുള്ള പെറ്റ് സ്റ്റേഷനിലാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള പക്ഷികളൊക്കെ കാണുമ്പോൾ ഇന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ള പക്ഷി എന്ന് നമുക്ക് മനസ്സിലാവുമായിരുന്നു. ബാക്കിയുള്ളതിനൊന്നും എനിക്ക് മനസ്സിലാകില്ല കഥ. ബാക്കി ഇങ്ങനെയൊക്കെ പേരൊക്കെ ഞാൻ കാണിച്ചിരുന്നത് അതുകൊണ്ടാണ്. കാരണം എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. കാണുമ്പോൾ നിങ്ങൾക്കും എന്തായാലും ഡൗട്ട് ഉണ്ടാവും ഇത് എന്ത് ആനിമലാന്നുള്ളത്. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പേരും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ വീഡിയോ എടുത്തിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വെക്കുന്നത്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആനിമലാന്നുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു സൂവിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു എന്താ പറയുക നടക്കുന്ന ഈ ഒരു വഴിക്ക് ഒരു ഗ്രില്ലിട്ടിട്ട് ചെടിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുള്ളത്. കാരണം ഈ ഒരു നടക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആടുകളെ ആ ഒരു സെക്ഷനിലേക്കാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടിക്ക് വലിയ എന്താ പറയാ വലിയ കൂടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പാറ മാതിരി ഒരു മല മാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്, കല്ലൊക്കെ കട്ടിക്ക് വെച്ചിട്ട്. അപ്പൊ അതിന്റെ അടിയിലൊക്കെയാണ് ഈ ആട് വന്നിട്ടുള്ളത്. ഈ ഒരു പാറിന്റെ ബാക്കിലാണ്, ഈ കല്ലിന്റെ ഒക്കെ ബാക്കിലൊക്കെ ആയിട്ടാണ് കുറേ ആടുകൾ ഉള്ളത്. ഇത്രയൊക്കെ 2-3 ആടുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കയറുന്ന സമയത്ത് അത്യാവശ്യം ആടുകളെ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്
ഒട്ടകത്തിന്റെ അടുത്തേക്കാണ്. പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു ഒട്ടകമല്ല ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പേര് എനിക്ക് ശരിക്കും അറിയത്തില്ല, അതുപോലെ തന്നെ ഇത് ഏത് രാജ്യത്തുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ഒരു എന്താ പറയാ, പുതച്ച് കിടക്കുന്ന ഒരാട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ല സോറി, ഒട്ടകം തന്നെ വേണം പറയാം. കാരണം നമ്മൾ കമ്പിളി പുതപ്പൊക്കെ ഇട്ടിട്ട് മൂടി കിടക്കില്ല, അതുപോലെ ഉണ്ട് ഇവർ. ആ ഒരു ഫുൾ അത്യാവശ്യം രോമങ്ങളുള്ള ഒരു ഒട്ടകമാണ്. അതുപോലെ തന്നെ ഹൈറ്റ് ഇല്ല, ഹൈറ്റ് കുറവാണ്. അവിടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ജോസുവിനാണെങ്കിൽ നല്ല പേടി ഉണ്ടായിരുന്നു, അവനായിട്ട് അടുത്തേക്ക് തന്നെ പോകുന്നേ ഇല്ല. ബൈക്കാശർക്ക് അങ്ങനെ നമ്മൾ ആ ഒട്ടകത്തിനെയൊക്കെ നല്ല രീതിയിലേക്ക് കണ്ടു. കുറച്ച് സമയം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് കേട്ടോ. കാരണം അത്യാവശ്യം ഇതിനെ നോക്കിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇമു, സാധാരണ നമ്മളെ നാട്ടിലെ പെറ്റ് സ്റ്റേഷനിലൊക്കെയുള്ള ആ സാധനം തന്നെയായിരുന്നു അത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് കങ്കാരു ആണ്. അതിന് നമ്മൾ കാണൽ കുറവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരത്താണുള്ളത്, അടുത്തൊന്നല്ല. അതുകൊണ്ട് ദൂരത്ത് വെച്ചിട്ടാണ് ഒരു ഗംഗാരുവിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനെ കാണാൻ പറ്റി. അത് ഇതുവരെ ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് നമ്മളെ സാധാരണ കാണുന്ന ആ ഒരു എമു എന്ന് പറയുന്ന ആ ഒരു ആനിമലിനെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ബേർഡിനെ കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ ടൈപ്പ് സാധനത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. എല്ലാം ഒന്ന് കണ്ടു, ഒരു മിന്നായം പോലെ കണ്ടതിന് ശേഷം പിന്നെയും നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നടന്നിട്ട് എന്താ പറയാ, തീരുന്നുമില്ല. ഇത് എവിടെ എത്തിയെന്നോ ഇത് എങ്ങനെ പോയെന്നോ ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം ഫുൾ കവർ ആയിനോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ്. പക്ഷെ അത്യാവശ്യം നമ്മൾ ഫുൾ കവർ ആയിട്ടുണ്ടായിരുന്നു നടന്നിട്ട്. അങ്ങനെ പിന്നെ ഓൾമോസ്റ്റ് ഒക്കെ നടന്നു. ഇപ്പോൾ ഏകദേശം പകുതി എത്തിയെന്ന് തോന്നുന്നു നമ്മൾ നടന്നിട്ട്. പക്ഷെ എന്നാലും നമ്മൾ കാണേണ്ട കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത് വന്നിട്ടുള്ളത് കുരങ്ങനെ കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൈ കെട്ടിയിട്ട് ഇരിപ്പും അതെല്ലാം കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അത് വെള്ളത്തിൽ നിന്നൊക്കെ എന്തൊക്കെയോ എടുത്തിട്ടൊക്കെ എടുത്തിട്ട് പോകുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നമ്മളെ മാടിയൊക്കെ വിളിക്കുന്നുണ്ട്, നമുക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാതും. അങ്ങനെ പിന്നെ അത് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ പിന്നെയും കുറേ സാധനങ്ങളായിരുന്നു. പിന്നെ നമ്മൾ കുറേ മൃഗങ്ങളെയും പക്ഷികളെയും അങ്ങനെ കുറേ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് അതെല്ലാം ഒന്നൊന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് വരാം. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് നല്ല കറുത്ത പുലിനെയാണ്, കരിമ്പുലിനെയാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ കണ്ണും മൂക്കും ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കുറെ നോക്കി ഇതിന്റെ കണ്ണ് ഏതാ മൂക്ക് ഏതാന്നുള്ളത്. വായ തുറക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിന്റെ വായ അവിടെ ഇരിക്കുന്നുള്ളത്. കാരണം ഇതെല്ലാം കറുപ്പായതുകൊണ്ട് ഇങ്ങനെ തിരിയുന്നില്ലെന്നേ, ഒരു പശ തിരിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ജാഗ്വറിനെയാണ് പിന്നെ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. ഈ ജാഗ്വറിന്റെ പേര് വായിക്കുമ്പോഴേ തന്നെ നമുക്ക് എല്ലാ പുലിനെയും കാണുമ്പോൾ എല്ലാം പുലി തന്നെ, അത് ഇന്നതാണെന്നൊന്നും നമുക്കില്ല, നമുക്കെല്ലാം പുലി തന്നെ. പുലിനെ കണ്ടതിനല്ല അത് പുലി അതന്നെ, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ എന്താ പറയാ, ടൈഗർ എന്ന് പറയുമോ, അല്ലാണ്ട് നമ്മ വേറെ ഒന്നും പറയത്തില്ല. അപ്പൊ ഈ ജാഗ്വറിന്റെ പേര് കാണുമ്പോൾ
എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് നമ്മളെ പെർഫ്യൂമിന്റെ ജാഗ്വർ പെർഫ്യൂം ഇല്ലേ, ആ ഒരു പെർഫ്യൂം ആട്ടോ ഓർമ്മ വന്നതിന്. ജാഗ്വർ എന്നാന്നുള്ള അതിന്റെ പേര്. അപ്പൊ എനിക്ക് അതാണ് ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നിയത്. ആ ഒരു ഇതാണ് കേട്ടോ, ആ ഒരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ പേര് കേട്ടപ്പോൾ എനിക്ക് അതാ തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് ഒക്കെ ഇത് ഇങ്ങോട്ടേക്ക് എന്താ പറയാ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ ഇത് ദൂരത്ത് പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറേ സാധനങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ഫോട്ടോയില് വൈൽഡ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്കെല്ലാം ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് വരാം. പിന്നെ ഇവിടെയൊക്കെ ഫാമൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ദി ഫാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഓപ്പൺ ചെയ്യണത്ര. അവിടെ കോഴി അങ്ങനത്തെ നമ്മളെ വീട്ടിലൊക്കെ വളർത്തുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരാൻ പോകുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അത്ര. ഇനിയും പെറ്റ്സ് വരാനുണ്ട് അത്ര, അതുപോലെ തന്നെ ആനിമൽസ് ഒക്കെ വരാനുണ്ട് അത്ര എന്ന് തോന്നുന്നു. ഓരോന്നോരോന്നും സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഫുള്ളും എന്നാലും അത്യാവശ്യമായിട്ടില്ല. പക്ഷെ എന്നാലും ഇതൊരു വലിയ സൂ ആണ്. പക്ഷെ അത്യാവശ്യമുണ്ട്. എന്നാലും ഇവര് ഇനിയും എന്താ പറയാ പെറ്റ്സിനൊക്കെ കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഓരോന്നും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കയറുന്നത് വെച്ചാല് മൂങ്ങ. മൂങ്ങന്റെ എല്ലാ വെറൈറ്റി മൂങ്ങകൾ നമുക്കെല്ലാം ഒന്നാണെങ്കിൽ ഇവിടെ പല ജാതികളും ഉണ്ട്. കാരണം എല്ലാതരം മൂങ്ങകളുണ്ട് എല്ലാ രാജ്യത്തിലുള്ളത്. അങ്ങനെ എല്ലാ ടൈപ്പ് മൂങ്ങകളുടെ ആ ഒരു വീട്ടിലേക്കാണ് പിന്നെ നമ്മൾ കയറുന്നത്. ഞാൻ ഇതിന്റെ അകത്ത് കയറിയപ്പോഴാണ് മൂങ്ങക്കന്നെ ഇത്രയും പല ടൈപ്പുകൾ ഉണ്ടോ, ഇത്രയും രാജ്യത്തിലെ പല വെറൈറ്റി മൂങ്ങകളെ ഞാൻ ഇപ്പോഴത്ര കാണുന്നത്. കാരണം ഇതിനൊന്ന് ഫുൾ ഇരുട്ടാണ്. കാരണം ഈ ഇരുട്ടിൽ തന്നെ വീഡിയോ ശരിക്കും ക്ലിയർ ആയിട്ട് കിട്ടുമോന്ന് തന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇതിന്റെ പേരൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഇന്ന മൂങ്ങയാണ് ഇതിന്റെ അകത്തുള്ളതെന്നെങ്കിലും അറിഞ്ഞോട്ടെ എന്നുള്ളത്. എനിക്കറിയത്തില്ല ഇത്രയും മൂങ്ങകളുണ്ടെന്നുള്ളത്. ഇതിന്റെ അകത്ത് കയറിയപ്പോഴത്ര എനിക്ക് മനസ്സിലായത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് പുലി പല വെറൈറ്റികൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മൂങ്ങന്റെ പല വെറൈറ്റികൾ ടൈപ്പ് എന്താ പറയാ, നമ്മൾ ഫുഡുകൾ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ മൃഗങ്ങളെ പല വെറൈറ്റി മൃഗങ്ങളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുള്ളത്. പെറ്റ്സ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം കാണാൻ പറ്റി. നല്ലുണ്ട്. എന്തായാലും ഇവിടെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ തിന്നുന്നതുകൊണ്ട് ഇത്ര ഒരാളെ കയറിയതിന് ശേഷം അവർ കീഴിന് ശേഷമാണ് പിന്നെ അടുത്ത ഒരാളെ കയറ്റുന്നത്. പിന്നെ നമ്മൾ ആദ്യം ഉമ്മാനെ മാത്രമേ കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് മനസ്സിലായി നമ്മളെല്ലാവരും ഒരു ടീമാന്നുള്ളത് മനസ്സിലായപ്പോൾ ബാക്കി നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇവർ കയറ്റിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതിന്റെ നമ്മൾ മൂങ്ങിയെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് എത്തുന്നതനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ കുരങ്ങനെയാണ് കാണുന്നത്. കാരണം അതിന്റെ തന്നെ കുറേ വെറൈറ്റി കുരങ്ങ മങ്കീനെ കാണുന്നുണ്ട്. അപ്പൊ അതന്നെ ഇഷ്ടം പോലെ ആയി. പല എന്താ പറയാ പേരിലുള്ള പല മങ്കികളെയും നമ്മൾ കാണാൻ തുടങ്ങി. അതന്നെ കുറേ പ്രാവശ്യം കണ്ടപ്പോൾ പിന്നെ മടുത്തുട്ടോ. നമ്മൾ കുറേ ടൈപ്പ് തന്നെ കാണാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമുക്കൊരു മടുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും കുരങ്ങൻ തന്നെ കണ്ട, ഇവിടെയും കുരങ്ങൻ തന്നെ വേണ്ട പൊട്ടി ചെയ്ത് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മളെല്ലാം ഇങ്ങനെ വിട്ട് വിട്ട് പോയാ ചെയ്തത്. പിന്നെ എനിക്ക് ഈ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ് വേഴാമ്പല്. അപ്പൊ ഈ വേഴാമ്പല് ഫിലിപ്പീൻസിലെ എന്താ പറയാ പലവാൻ ദ്വീപിൽ ഉണ്ടാകുന്ന ഒരു വേഴാമ്പലാണിത്. അപ്പൊ അവിടെ കാണപ്പെടുന്ന വേഴാമ്പലാണ്. എനിക്കിത് കാണുന്നുണ്ടായിരുന്നു. വേഴാമ്പൽ പക്ഷികളെ കാണാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം അത് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും കുരങ്ങന്മാരെ കണ്ടതിൽ നടുവിലായിരുന്നു ഈ ഒരു വേഴാമ്പല്. പിന്നെയും കുരങ്ങൻ തന്നെയാണ് വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇപ്പുറം എത്തിയപ്പോഴാണ് കുട്ടികൾ വെച്ച് ഈ ഗേറ്റില്ലേ, ഈ ഒരു ഗിൽസ് വെച്ചതിന്റെ ഇപ്പുറം കീണിട്ട് ഇവരെ ലൈസോ അതുപോലെ തന്നെ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കുരങ്ങന്മാർക്ക് കൊടുക്കുക ചെയ്യുന്നത്. കാരണം അവർക്കൊരു പേടിയും ഇല്ല. നല്ല വൃത്തിക്കുണ്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. വെച്ചുകൊണ്ട് എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പിള്ളേർ പറഞ്ഞാൽ ലേസ് കഴിക്കുമല്ല, ഫുൾ ടൈം ഇവർ ലേസ് ആയിരിക്കും ഇവരെ കൈമിലുണ്ടായിരുന്നത്. അപ്പൊ ആ ലേസാണ് ഇവർ പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ചേച്ചി പറഞ്ഞു എനക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കൊടുത്തു, എനിക്ക് പേടിയില്ല, നിനക്ക് പ്രശ്നം ഇരുന്നില്ലെങ്കിൽ നീ ധൈര്യമായിട്ട് കൊടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ചെറുതിന് എന്ത് ചെയ്ത്, അപ്പൊ ഓന് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, കൈമേല് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ഓനെ ഞാൻ കിസിന്റെ ഇപ്പുറത്തേക്ക് കീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൻ കീഴിട്ട് എന്ത് ചെയ്ത്, ഒരു പേടി ഉണ്ടായിരുന്നില്ല എനിക്ക്. അല്ലെങ്കിൽ സാധാരണ എല്ലാ സാധനങ്ങൾക്കും പേടിയുള്ള ഒരു വ്യക്തിയാണ്. എല്ലാം പേടിയുള്ള വ്യക്തിക്കാണ് നല്ല കൂളായിട്ട് താഴേക്ക് വീണ് ആ കുരങ്ങന് ആ ഒരു ബിസ്ക്കറ്റ് കൊടുത്തത്. പാവം ആ ബിസ്ക്കറ്റ് ആണെങ്കിൽ മുന്നേ ഇച്ചിരി പോലത്തെ കണ്ണിലിട്ടാ കാണാത്ത ഒരു ബിസ്ക്കറ്റാണ് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടാ. എനിക്ക് കാരണം അത് ആദ്യം ഫസ്റ്റ് ടൈമാണ് കൊടുത്തത്, താഴെ വീണു. കുരങ്ങന്റെ കയ്യിൽ നിന്ന് തന്നെ താഴെ വീണിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഓനെടുത്ത് കൊടുക്കുക ചെയ്തത്. പിന്നെ ഓനെടുത്തിട്ട് ഇപ്പുറം ഇട്ടുട്ടോ. പിന്നെ ആദ്യം പറഞ്ഞു എനക്ക് ഇനിയും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പ്രശ്നമില്ല കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് സെക്യൂരിറ്റി വന്നു. എല്ലാ പിള്ളേരെയും പിടിച്ച് ഇപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുട്ടികളെ വെച്ച് സെക്യൂരിറ്റിയോട് എന്തൊക്കെയോ പറഞ്ഞ് വാദിക്കുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞത് എനിക്കറിയത്തില്ല. അറബിയിലാ പറഞ്ഞത്. എനിക്ക് നമ്മളെ ഭാഷയിൽ വരാൻ അറിയുന്നില്ല. പിന്നെ എനിക്ക് എങ്ങനെ അറബി അറിയാം, അതുകൊണ്ട് ഞാൻ മൈൻഡാക്കിയില്ല. പക്ഷെ നല്ല വൃത്തിക്ക് സംസാരിച്ചിട്ട് ആളൊന്ന് ഇങ്ങനെ സെക്യൂരിറ്റിനോട് ഇങ്ങനെ എന്താ പറയാ പറഞ്ഞ് വാദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. പിന്നെ ഇവനെ ഇറങ്ങണമെന്ന് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു സെക്യൂരിറ്റി വന്ന് ഇനിയിപ്പോ ഒന്നും ചെയ്യാന്നെങ്കിൽ തിരിച്ചു നോക്കിയാൽ ഏതായാലും ബാക്കിയുള്ളതൊക്കെ കാണാന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് നടക്കുക ചെയ്തത്. പിന്നെ ഇവിടെയും കുറെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പാലൊക്കെ വെച്ചിട്ട് പിന്നെ അതിലോട്ട് പോകാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് നമ്മൾ നടന്നിട്ടില്ല, നമുക്ക് ഏതായാലും ഇതിലേട്ടേ നടക്കാന്ന് പറഞ്ഞിട്ട് വേറെ വഴിയിലിട്ട് നമ്മൾ പോയാ ചെയ്തത്. നമുക്ക് വളർന്നിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നെങ്കിൽ അങ്ങോട്ടേക്ക് വരാം. ഇത് എവിടെ എത്തിന്ന് നമുക്ക് ശരിക്കും വഴി തിരിയുന്നില്ല. അതാ സത്യം കേട്ടാ. കാരണം നമ്മളെല്ലാം ഫുള്ള് കവറായോ, അത് നമ്മൾ എവിടെ എത്തി, നമ്മ എക്സിറ്റ് ആവാനായോ എന്നുള്ള കൺഫ്യൂഷനാണ്. നമുക്ക് കുറേ നോക്കി, ഇതൊന്നും മനസ്സിലാകുന്നില്ല, എങ്ങനെ തിരിയുന്നുണ്ടായിരുന്നില്ല.
പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം ഇവരുടെ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എടുത്തിട്ട് എന്താ മതിയാന്നില്ല. പിന്നെ കുറേ സമയം നമ്മ അവിടെ ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കുക ചെയ്തത്. നടന്ന് നടന്ന് മനുഷ്യന്മാരെ കാല് പൊട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓൾറെഡി നമ്മൾ ഉമ്രയൊക്കെ ചെയ്തിട്ട് നല്ല പെരിച്ചിട്ട് നടന്നിട്ട്, പക്ഷെ എന്നാലും ഇപ്പൊ കാല് വേദന ഉണ്ട്. എന്നാലും അവിടെ കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുത്തു. കാരണം അത്രയും കാലുവേദന എടുത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദ്യം നമ്മൾ നടന്നു. പിന്നെ നമ്മൾ നടന്നിട്ട് പിന്നെ നമ്മ പോയത് നമ്മ കാണാൻ ഏറ്റവും നല്ല കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള മൃഗങ്ങളായിരുന്നു ഈ എന്താ പറയാ വെള്ളപ്പുലി, വെള്ളക്കടുവ, അതുപോലെ തന്നെ സിംഹം. ഇതൊക്കെയാണ് നമ്മൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇതൊക്കെയാണ് മെയിൻ സാധനങ്ങൾ. ഇതിനൊക്കെ നമ്മൾ കാണണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് കാണാൻ വേണ്ടി ഇത് എവിടെ എത്തിയെന്ന് അറിയില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഇത് മിസ്സായി പോയി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് എവിടെയാണെന്നൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ നടന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെയാണ് ഈ ഒരു ടൈഗർ ഉള്ളത് എന്നുള്ളത് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിനെ നമ്മൾ നോക്കിക്കൊണ്ട് കുറെ സമയം നിന്നു. ഇതിൻ്റെ ഉള്ളിലും 2-3 ഉണ്ട് ടൈഗർ. അതാണ് നമ്മ കണ്ട് നമുക്ക് പരിചയമുള്ള മരുന്നാണ് ടൈഗറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കുറച്ച് അങ്ങോട്ടാ ഉള്ളത്. അത് ചില ടൈം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പക്ഷെ അടുത്തേക്ക് വരുന്നൊന്നുമില്ല. ഒരു പ്രകൃതി ഒരു ലിമിറ്റ് ഉണ്ട് അവർക്കും തോന്നുന്നു. അവർ അടം വരെ വരും, പിന്നെ അവിടുന്ന് തിരിച്ച് നേരെ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് അധികം വലിയ രീതിയിലൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് ചുറ്റും പാർക്കാണ്. കുറച്ച് റെസ്റ്റ് എടുക്കാനും ഇരിക്കാനും അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് പിന്നെ അവിടെ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ സിംഹത്തിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് എങ്ങനെ കാണുന്നില്ല, അപ്പുറത്തെ സൈഡായിരുന്നു ഇരിക്കുന്നുണ്ട്. നമ്മൾ പുലിനെ സിംഹത്തിനെ കാണാൻ വേണ്ടി വന്നില്ല, പുലിനെ കാണാണ്ട് പോകുന്നത് തരില്ല. നേരെ ഇപ്പുറത്തേക്ക് ഓടി വന്നിട്ട് ഇപ്പുറം നിന്നു. വേണ്ടത് നമ്മളെ നോക്കി അറ്റ നിൽക്ക, ആരാ മോനി. അങ്ങനെ പിന്നെ നല്ല വൃത്തിക്ക് നല്ല അടുത്തായിരുന്നു അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആടുന്ന ഒരു അനക്കും ഉണ്ടായിരുന്നില്ല. അന്നേരം ഖത്തറിൽ നിന്ന് കണ്ട സമയത്തും അത് ഒരൊറ്റ അനക്കും ഇല്ലാണ്ട് അനങ്ങാണ്ടിരിപ്പായിരുന്നു. പക്ഷെ അന്നേരം ഈ പുലീനെയും അതുപോലെ തന്നെ സിംഹത്തിനെയും എല്ലാം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രിയായിരുന്നു. കാരണം നമ്മൾ ലേറ്റ് ആയിട്ട് വന്നത് കൊണ്ട് തന്നെ അന്നേരം അവിടുന്ന് ഇതിനൊക്കെ കാണുമ്പോഴത്തേക്ക് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നല്ല ക്ലിയർ ആയിട്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല എന്താ പറയാ, നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു രാവിലെ കാണുന്നതും രാത്രി കാണുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഇത് നല്ല വൃത്തിക്ക് നമുക്ക് ഈ സിംഹത്തിനൊക്കെ നല്ല വൃത്തിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എണീച്ചിട്ട് പോയിട്ടോ. പിന്നെ പെൺസിംഹവും അതെല്ലാം ഉണ്ട്, അതെല്ലാം അങ്ങോട്ടാ ഉള്ളത്. ഇങ്ങോട്ടേക്ക് വരുന്നില്ല, ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ആ ഇയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും അങ്ങോട്ടേക്കാ ഉള്ളത്. സിംഹം എന്ത് നടുക്ക് പോയിട്ടിരിക്കുകയായിരുന്നു. ഇത്രയും സമയം നിങ്ങൾ കണ്ടില്ലേ, ഇനി അവർ കാണട്ടെ എന്നുള്ള രീതിയിൽ ഇത് ഇവിടുന്ന് എണീച്ചിട്ട് അപ്പുറം പോയിട്ടായിരുന്നു. പിന്നെ ഈ ഒരു കൂട്ടിനുള്ളിൽ ഞാൻ കുറെ സമയം നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അബദ്ധം, ഇതിന്റെ അകത്ത് ഒന്നും ഇല്ല എന്നുള്ളത്. കാരണം ഞാൻ കുറേ പ്രാവശ്യം നോക്കി, കുറേ സമയം അവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കി, ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കാണുന്നുണ്ടോ ഒന്നും അറിയുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ച എവിടെയും ഒളിച്ചിരിപ്പുണ്ടോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് കുറേ സമയം നോക്കി, ഒന്നിനും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നീട് സത്യം തിരിഞ്ഞു, അതിന്റെ അകത്ത് ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലായപ്പോ പിന്നെ ആടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് വിട്ടു. പിന്നെ വന്ന സെക്ഷൻ എന്താ, ഹിപ്പോന്റെ സ്ഥലമാണിത്. അപ്പൊ ഈ ഒരു എന്താ പറയാ, അതിന്റെ ആ പ്രതിമ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ എവിടെയോ ഏതൊരു കൂട്ടിലുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ കണ്ടു, വേണ്ടത് കിടക്കുന്ന. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയി പോയി, നമ്മൾ കാണാൻ പറ്റിയിട്ടില്ല ശരിക്കും. അതുകൊണ്ട് അവിടെ നിന്നിട്ടില്ല കേട്ടാ. പിന്നെ അവിടെ നിന്ന് നമ്മൾ വിട്ട് പിന്നെയും നമ്മൾ നടക്കുകയാണ്. നടന്നിട്ടാണെങ്കിൽ ഇതൊരു അറ്റം തിരിയുന്നില്ലെന്നേ, എന്തൊരു നടത്താന്നറിയോ. എല്ലാവരും ക്ഷീണം പിടിച്ചു പോയി, കാരണം അത്രയും നമ്മൾ നടന്നു. കാരണം നടക്കാൻ നടന്നത് നമ്മൾ 3 മണിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. ഏകദേശം ഇപ്പം 5 മണി ആവാറായിട്ടുണ്ട്. പിന്നെ ഇപ്പറേം കാണുന്ന ഈ സെക്ഷൻ ആനന്റെ സെക്ഷൻ, അതായത് നമ്മൾ എൻട്രി ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ നേരെ ഇപ്പറ, അതായത് നമ്മൾ
എക്സിറ്റിന്റെ ഏകദേശം ആ ഭാഗത്തേക്ക് എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം ആനനെ കണ്ടപ്പം തന്നെ മനസ്സിലായി നമ്മൾ നിന്ന സ്ഥലത്തിന്റെ നേരെ ആ ഒരു നേരെ ഇപ്പുറത്തെ വശത്താണ് നമ്മളുള്ളതെന്ന് മനസ്സിലായി. പിന്നെ കുറച്ചും അവിടെ നിന്ന്, കാരണം നമ്മൾ കണ്ട സാധനം തന്നെയാണ്. അതിന്റെ നേരെ ഇപ്പുറത്തെ വശത്ത് നിന്ന് ഓപ്പോസിറ്റ് നിന്ന് നമ്മൾ കാണുന്നേ ഉള്ളൂ. അങ്ങനെ കുറെ സമയം അവിടെ ഇങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചൊന്ന് കണ്ടു. പിന്നെ അവിടെ നിന്നും പിന്നെ നമ്മൾ നടക്കാൻ തുടങ്ങി. പിന്നെ എന്താ പറയാ, നമ്മൾ കയറിയ ഭാഗത്തേക്ക് തന്നെ ഏകദേശം നമ്മളിപ്പോ എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പുറത്തെ വശത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇപ്പുറത്തെ വശത്തോടെ കീയുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഈ ഒരു ഇതിന്റെ ഉള്ളിലുള്ളത് മുതലയാണ്, കാണാൻ പറ്റുന്നില്ല, എല്ലാം ചത്ത പോലെ കിടക്കുകയാണ്. കാണുമ്പോൾ വിചാരിക്കും എല്ലാം ചത്ത് കിടക്കുകയാണ്, പക്ഷെ അതിന്റെ അങ്ങനെയാണ്, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതങ്ങനെ അവിടെ കിടന്ന് കളിക്കുകയാണ്. പിന്നെ അടിയത്തേയും ഒരെണ്ണം ഇങ്ങനെ നീന്തി പോകുന്നുണ്ട്, പക്ഷെ മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും ഇരയായിട്ട് കിട്ടുമോ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ കുറെ സമയം മുതലിനെ നോക്കിയിട്ട് ഇരുന്നു. പിന്നെ ഇക്കാക്ക അങ്ങോട്ട് പോയിട്ടാണുള്ളത്, അതുകൊണ്ടാണ് പിന്നെ നമ്മളിവിടെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് എണീച്ചിട്ട് അവിടെ എന്താ പറയാ എല്ലാവരും ഇരിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ട്, ഈ ഒരു ഭാഗം കണ്ടോ, അവിടെ പോയിട്ട് ഞാൻ ഇരിക്കുക ചെയ്തത്. കാരണം കാല് വേനെടുത്തിട്ട് ഒരു പശം നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ ആളൊഴിഞ്ഞിട്ട് കണ്ടു. അപ്പോൾ 2 കുട്ടികളാണ് ഉള്ളത്. ചെയ്താലും ഞാൻ അവിടെ പോയിട്ട് ഇരിക്കട്ടെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു. പിന്നെ ബാക്കിൽ തന്നെ എല്ലാവരും വന്നിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും കാല് അത്രയ്ക്ക് ഇതായിട്ടുണ്ടായിരുന്നു. എനിക്കൊക്കെ വെള്ളമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. ഇത് കണ്ടോ, അടിയെന്ന് ഒരുത്തം നീന്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വേണ്ടത് ഇങ്ങനെ നീന്തി പോകുന്ന. പിന്നെ നമുക്ക് വെള്ളവും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കുറച്ച് സമയം അവിടെ ഇരുന്നു സംസാരിച്ചിട്ടൊക്കെ അവിടെ ഇരിക്കുക ചെയ്തത്. പിന്നെ കൃത്യം 5 മണി എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ സെക്യൂരിറ്റി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാരും കീക്കാൻ. കാരണം ഇവർക്ക് ആ ഒരു ടൈം ഉണ്ടായിരുന്നു. 3 മണി തൊട്ടിട്ടാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത്. ഇത് ഓപ്പൺ ചെയ്യുന്നത് 3 മണിക്കാണ്, ഇത് കഴിയുന്നത് 5 മണിക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് 5 മണി എന്ന് പറയുമ്പോൾ എന്തായാലും എന്താ പറയാ 5 മണിക്ക് തന്നെ കൃത്യം ഇവർ എന്തായാലും കീക്കാൻ വേണ്ടി കേൾക്കൂലല്ല. ചിലപ്പോ 6 മണി അങ്ങനെ ആവൂന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നല്ല, ഇവർ കറക്റ്റ് 5 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാരൊക്കെ വന്നിട്ട് എല്ലാവരെയും കീക്കാൻ തുടങ്ങി. എല്ലാരും പായിക്കാൻ തന്നെ പറയാ, കാരണം എല്ലിനെ ഓട്ടിക്കുകയാണ് ഇവിടുന്ന്. 5 മണിയാകുമ്പോഴത്തേക്ക് എല്ലിനെ ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ എല്ലാവരുടെ അടുത്തും വന്നിട്ട് പറയാന്ന് 5 മണി ടൈമായി എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇവിടുന്ന് പായിക്കുക ചെയ്തത്. പിന്നെ ഇവർ 2 പേരും ഇപ്പോഴാണ് കളിക്കാൻ ടൈം കിട്ടി. ഇത്രയും സമയം ഇവർ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഇങ്ങനെ നോക്കിയിട്ടും 2 കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവള് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇവനാണെങ്കിൽ ഒരു പശ മിണ്ടത്തില്ല. പിന്നെ അങ്ങനെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിട്ടല്ലേ, ഇവൻ അങ്ങനെ വേഗം പോയിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കും, അങ്ങനെ ഒന്നും ചെയ്യില്ല. എനിക്ക് കുറെ ടൈം എടുക്കണം, ടൈം എടുത്തതിനെ മാത്രമേ ഇവൻ സംസാരിക്കില്ല ഒരാളോട്. അങ്ങനെ ഇപ്പോഴാണ് എനിക്ക് കളിക്കാൻ ടൈം കിട്ടിയത്. ഇവർ ഒന്ന് സെറ്റ് ആയത് ഇപ്പോഴാണ്. അപ്പോഴേക്ക് നമ്മൾ ഇവിടുന്ന് കീകലായി. കാരണം ഇവിടുന്ന് എന്താ പറയാ, ഈ മുതലിന്റെ ഈ പാമ്പിന്റെ എല്ലാം മീട്ട് കയറി കളിക്കുകയായിരുന്നു. പിന്നെ ഇവർ ഇവിടുന്ന് കീയുന്നുണ്ടായിരുന്നില്ല, കാരണം സെക്യൂരിറ്റി ആണെങ്കിൽ ആളെന്ന് പായിച്ചിട്ട് ഓരോന്നിനുള്ള കീനോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ആവണല്ലോ. ലാസ്റ്റ് ഒരു വിധത്തിൽ ഇവരെയൊക്കെ വിളിച്ച് എന്താ പറയാ, എത്രയോ തവണ വിളിച്ച് കളിച്ചിട്ട് അന്ന് പിടിച്ചല്ലേന് പുറത്ത് ഇങ്ങനെ ഇട്ടത്. അങ്ങനെ ഇപ്പൊ എല്ലാരും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറയുന്നത് ഇവര് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാണുമ്പോൾ ഭയങ്കര അതിശയം തോന്നി. കാരണം എത്രയോ ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം അത് വെച്ചിട്ടുണ്ടെങ്കില് എക്സിറ്റ് ആയിട്ട് അവിടുന്ന് ഗേറ്റ് പുറത്തിറങ്ങുന്ന സമയത്താണ് മനസ്സിലാകുന്നത്. കാരണം ഇത്രയും പാട് ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ഇതാണെങ്കിൽ ഫ്രീ ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് കയറുന്നത്. ഇവരെങ്ങനെ എന്താ പറയാ, അതൊരു പെയ്ഡ് ആക്കിയിരുന്നെങ്കിൽ ഇവർക്ക് അത്രയും ലാഭം കിട്ടുന്ന ഒരു ഇതാണ്. കാരണം അത്രയും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരാൾക്ക് എല്ലായിടത്തും ഞാൻ അധികം കണ്ടത് പെയ്ഡാണ്. കാരണം ഫ്രീ ആയിട്ട് അങ്ങനെ ഒന്നും കൊടുക്കാറൊന്നുമില്ല. പക്ഷെ ഇതിന് ഫ്രീ ആയിട്ടായിരുന്നു എൻട്രി ചെയ്തത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളിപ്പോ എക്സിറ്റ് എത്താനായിട്ടുള്ളത്. ഇവർ അങ്ങനെ കളിച്ചിട്ട് അതിന് തീരുന്നുമില്ല. ഇവരെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. നമുക്ക് അതിശയം തോന്നിയത് വെച്ചാൽ ഇവർ 5 മണി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാരും ഇരുന്ന് കീക്കാൻ തുടങ്ങിയതാണ് ഭയങ്കര അതിശയം തോന്നിയത്.
കാരണം അങ്ങനെ ഒരു കൃത്യസമയത്ത് എവിടെയും അങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ പോയടത്തൊന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇവർ 5 മണി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് കൃത്യസമയത്ത് ഇവർ വന്നിട്ട് എല്ലാവരും പുറത്തിറക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ നമ്മൾ ഫസ്റ്റ് കയറിയ സമയത്ത് വൃത്തിക്കൊന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും ഫോട്ടോ നടത്തിയിട്ടില്ലല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് കയറിയിട്ട് ആൾക്കാരെ ഫോട്ടോ എടുക്കാൻ കണ്ടപ്പം നമ്മളെ മക്കളെയും കൂടി കയറ്റി ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് എല്ലാവരും ഇതാണ്ടതാ ഇത്രപ്പാട് ആൾക്കാരാന്ന് അറിയുന്നത്. ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ ബാക്കിൽ തന്നെ സെക്യൂരിറ്റിയെ ചോദ്യം വെച്ചിട്ട് വരുന്ന കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് സൂ ഒക്കെ റിയാദ് സൂ ഫുള്ളായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുകയാണ്. കണ്ടിട്ടുണ്ടാകും, എല്ലാം ഫുള്ളും കവറായിട്ടുണ്ടാവുന്നതാണ് ആ ഒരു മനസ്സിലിരിപ്പ്. അങ്ങനെയാണ് ഉള്ളത്. എന്തായാലും കണ്ടിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ എക്സിറ്റ് ആവുകയാണ്. ഇനിയിപ്പം നേരെ ആ റൂമിലോട്ടേക്ക് പോയേ വേണ്ടത്. ഇനിയിപ്പം ഇത് എക്സിറ്റ് ആയില്ലേ, ഇനിയിപ്പോ എത്താനാവുമ്പോ നമ്മളെ സ്ഥലം എത്താനാവുമ്പം പന വിളിക്കണം. ഉപ്പ് അന്നേരം വന്നിട്ട് കൂട്ടൂന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.